നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ബോണസും ധനസഹായവും ലഭിച്ചില്ല. തിങ്കളാഴ്ച സഹായധനം ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പണം എത്തിയില്ല. 1 കോടി രൂപ നൽകാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിങ്കളാഴ്ച പണം എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പണം ഇതുവരെ എത്തിയിട്ടില്ല. അടുത്ത ദിവസം തന്നെ തുക വിതരണം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് വിശ്വാസത്തിലെടുക്കാൻ വള്ളംകളി മേഖലയിലുള്ളവർ തയ്യാറായിട്ടില്ല. NTBRന്റെ അക്കൗണ്ടിലേക്കാണ് പണം നൽകുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന. ഫിനാൻസ് വകുപ്പ് അനുമതിയായതിനു ശേഷം DTPCക്കും അവിടെ നിന്ന് NTBRനുമാണ് പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ NTBRന് നേരിട്ടാണ് ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച 1 കോടി നൽകുന്നത്. 1 കോടി നൽകാൻ ഉത്തരവിറങ്ങി 2 ആഴ്ചയായിട്ടും പണം അക്കൗണ്ടിലേക്ക് നൽകാത്തതിനെ തുടർന്ന് വലിയ പരാതികളാണ് ഉയരുന്നത്. 1.80 കോടി രൂപയായിരുന്നു സർക്കാരിനോട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പരിഗണിച്ചില്ല. ബോണസ് നൽകാത്തതിനെ തുടർന്ന് കേരള സ്നേക്ക് ബോർഡ് ആൻഡ് റോവേഴ്സ് അസോസിയേഷനും ചുണ്ടൻവെള്ളം സംരക്ഷണ സമിതി ഉൾപ്പെടെ വള്ളംകളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സമരം പ്രഖ്യാപിച്ചിരുന്നു. സമരമാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ക്ലബ്ബ് ഭാരവാഹികളെയും ഉൾപ്പെടുത്തി യോഗം ചേരാനും തീരുമാനിച്ചതിന് പിന്നാലെയാണ് പണം നൽകാനുള്ള തീരുമാനം ഉണ്ടായത്. മുൻവർഷങ്ങളിൽ നെഹ്റു ട്രോഫിയുടെ ഭാഗം തന്നെയായിരുന്നു CBL. അതിനാൽ CBLൽ മത്സരിക്കുന്ന 9 വള്ളങ്ങളുടെ ബോണസും സഹായധനവും നൽകിയിരുന്നത് ടൂറിസം വകുപ്പായിരുന്നു. എന്നാൽ ഇത്തവണ മുതൽ CBLന് നെഹ്റു ട്രോഫിയുമായി ബന്ധമില്ല. അതിനാൽ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ച ഈ 9 വള്ളങ്ങൾക്കുള്ള ബോണസും സഹായധനവും കൂടി NTBR തന്നെ നൽകണം. ഇതിനായി 61 ലക്ഷം രൂപ അധികം വേണം. കൂടാതെ പവലിയൻ അറ്റകുറ്റപ്പണി നടത്തിയ ഇനത്തിൽ 20 ലക്ഷം രൂപയും ചെലവായിട്ടുണ്ട്. 1 കോടിക്ക് പുറമെ ഈ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് 1.80 കോടി രൂപ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇത് പരിഗണിക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും 1 കോടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.